തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ വിവാത്സലമായ സിംഗസ്വസ്തുതാംനാഥ, അവിടുന്ന് അങ്ങയുടെ മഹാകരുണയിലും കൃപയിലും കർത്താവ് ഈ വർഷത്തിൻ്റെ ദിവസം വരെ ഞങ്ങളെ നിലനിർത്തിയ വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ബലഹീനവും കുറവുള്ള അടിയങ്ങളെ അങ്ങയുടെ കൃപകളിൽ നിലനിർത്തുന്ന വൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് ഇന്ന് ആയിരിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ മനം തകർന്നവരായി കടന്നു വരുമ്പോൾ കർത്താവ് നിൻ്റെ കൃപയാണ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കർത്താവെ. ആ കൃപയ്ക്ക് യോഗ്യമാണ് ഞങ്ങളെ ഓരോ ദിവസവും ശക്തീകരിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സമയത്ത് അടിയനെ നിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ബലഹീനാടിയനെ കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തന്നെ ജനത്തെ നയിക്കുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേതാവുന്ന ജനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ് കർത്താവെ. അങ്ങയുടെ കൃപകളുടെ നിറവിൽ വചനം ഏറ്റവും ലളിതമായ തൻ്റെ ജനത്തിന് എത്തിക്കുക മാത്രമല്ല കർത്താവെ, വചനത്തിൽ കൂടെ ഞങ്ങൾ അങ്ങയെ കൂടുതലായിട്ട് ഒരു മനസ്സിലാക്കി ജീവിതം തിട്ടപ്പെടുത്തുവാനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിൻ്റെ കൃപയും സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോ ദിവസവും ഓരോ നിമിഷവും വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുന്നാഹത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ ഒരു ഭയപ്പാടിൻ്റെ അവസ്ഥയിലേക്ക് നാം നമ്മളെ തന്നെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും ഒരു ഭയപ്പാടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയം കടന്നു വരുന്നത് നാം ആ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെ പറ്റി ഉള്ളതിനെ പറ്റി ചിന്തിക്കുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ചിന്തിക്കുകയും ചെയ്യുമ്പോഴേക്കാണ് ഈ ഭയപ്പാട് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ ഭയം എപ്പോഴും മനുഷ്യനെ പുറമോട്ടാണ് നയിക്കുവാൻ ഇടയാകുന്നത്. കാൽച്ചുവടുകൾ വെക്കുവാൻ കഴിയുകയില്ല. ഭയമുള്ള വ്യക്തിക്ക് ഒരിക്കലും ജീവിതയാത്രയിൽ മുന്നേറുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുവാനോ അല്ലെങ്കിൽ ദൈവിക കൃപകളിൽ വളരുവാനോ ഒരിക്കലും കഴിയുകയില്ല. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയുള്ള ഭയം, നമ്മുടെ ചുറ്റുപാടുകളെ പറ്റിയുള്ള ഭയം, മറ്റുള്ളവരെ പറ്റിയുള്ള ഭയം, എന്തിന് കുടുംബജീവിതത്തിൽ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള ഭയം, ഈ ഭയമെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ അത് ശാരീരികമായ മറ്റ് പല സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ആ അസ്വസ്ഥ അനാരോഗ്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുകയും ചെയ്യും. അപ്പോൾ നാം ചിന്തിക്കും, എങ്ങനെയാണ് നമുക്ക് ഉറപ്പും ധൈര്യത്തോടെ മുന്നേറുവാൻ കഴിയുന്നത്? തൻ്റെ ജനത്തെ നയിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, യഹോവയായ ദൈവം ആദ്യം മുതൽ പറയുന്നത് അതൊരു കാര്യമാണ്, ഉറപ്പും ധൈര്യത്തോടെ ജീവിക്കണമെന്ന്. ഈ ഉറപ്പും ധൈര്യം ആ ഒരു വ്യക്തിക്ക് അനുഭവമാക്കണമെങ്കിൽ ആ വ്യക്തിക്ക് ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകണം. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഉറപ്പും ധൈര്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ദൃഷ്ടി എപ്പോഴും നമ്മെ കോരിയെടുത്ത കർത്താവിലായിരിക്കണം. ആ കർത്താവിൽ എൻ്റെയും നിങ്ങളുടെയും ദൃഷ്ടിയായിരിക്കുമ്പോൾ എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും, എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും അതിൻ്റെ മധ്യേ നമ്മെ കൈവിടാത്ത കർത്താവ് കൂടെ ഉണ്ടെന്നും കൂടെ നടക്കുന്നെന്നും നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ, നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവചനവുമായിട്ടൊരു ബന്ധം വേണം. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവൃത്തികളോ ഒരിക്കലും നമ്മെ അപ്രകാരം ഒരു ഉറപ്പും ധൈര്യമുള്ളതിനായി മുൻപോട്ട് പോകുവാൻ ഇടയാക്കില്ല. അത് താൽക്കാലികമായ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ സാന്നിധ്യമോ സാമീപ്യമോ നമുക്ക് ചെറിയൊരു ഉറപ്പും ധൈര്യവും, അവർ കൂടെ ഉള്ളതുകൊണ്ട് ഇനി എനിക്ക് ഭയപ്പാട്. പക്ഷെ അല്ല, എൻ്റെ ഭയത്തെ അതിജീവിക്കേണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൽ അപ്രകാരം ഉള്ള ഒരു ബന്ധത്തിലേക്ക് വളരണം. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അത് യോശുവായ്ക്ക് കൈമാറുന്ന സമയത്ത് യഹോവയായ ദൈവം മോശയോട് ഒരു കാര്യം യോശുവയോട് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 31:6. ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കുവിൻ. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുവിൻ.
അവരെ ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. അവരെ ഭയപ്പെടരുത്, ഭ്രമിക്കുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവയുടെ പുസ്തകത്തിൽ യോശുവ അത് പറയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 1:9 നിന്റെ ദൈവമായ യഹോവ നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? എപ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ നമ്മെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഉറപ്പും ധൈര്യവും. ഈ ഉറപ്പും ധൈര്യവും ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ വലിയ ഭദ്രതയുണ്ടായിരിക്കും, എങ്കിലും ചില സാഹചര്യങ്ങളിൽ കടന്നു വരുമ്പോൾ ഈ സമ്പത്തിന് നമ്മെ വിടുവിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഈ സമ്പത്ത് മൂലം എൻ്റെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കഴിയുകയില്ല എന്നൊരു ചിന്ത വരുമ്പോൾ അവിടെ നമ്മുടെ ഉറപ്പും ധൈര്യവും ചോർന്നു പോകും. ആ നാളുകൾ അത്രയും നമ്മുടെ സമ്പത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ ഉറപ്പും ധൈര്യത്തോട് നാം ജീവിച്ചെങ്കിൽ, ഈ ഒരു ചിന്ത വരുമ്പോൾ ഈ സമ്പത്ത് എന്നെ വിടുവിക്കുവാൻ കഴിയുകയില്ലല്ലോ, ഈ സമ്പത്ത് എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുവാൻ കഴിയുകയില്ലെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അവിടെ നമ്മുടെ ഉറപ്പും ധൈര്യവും വിട്ടുപോകും. അതിനു പകരം എന്നെ വഴി നടത്തുന്ന എൻ്റെ ജീവിതയാത്രയെ ഞാൻ ജനിച്ച നിമിഷം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എന്നോട് കൂടെ നടക്കുന്ന, എൻ്റെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ യഹോവയായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണെങ്കിലോ, നമുക്ക് ആ ഉറപ്പും ധൈര്യവും ഒരിക്കലും ചോർന്നു പോവുകയില്ല. നമ്മുടെ ഉറപ്പും ധൈര്യവും എപ്പോഴും മറ്റൊരു കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ജീവിക്കുന്നത്. സമ്പത്തായിരിക്കും, ജോലിയായിരിക്കും, മറ്റുള്ള കാര്യങ്ങളായിരിക്കും. ഇതിനെക്കാട്ടിയൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ യഹോവയായ ദൈവം പറയുന്നത് പോലെ ആ ദൈവത്തെ മുറുകെ പറ്റി ജീവിച്ചാൽ പറയുന്നത് എന്താണ്? അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മെ കൈവിട്ടെന്നിരിക്കും, ഉപേക്ഷിച്ചിട്ട് എന്നിരിക്കും. നാം ഏറ്റവും സ്നേഹിക്കുകയും ഏറ്റവും അടുത്ത് അവരൊരിക്കലും നമ്മെ തള്ളിപ്പറയുകയില്ലെന്ന് ചിന്തിക്കുന്ന അവർ നമ്മെ കൈവിട്ടെന്നിരിക്കും. പക്ഷെ നമ്മെ കൈവിടാതെ, ഉപേക്ഷിക്കാതെ കൂടെ നടക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ കൃപ. ഞാൻ മുമ്പോട്ട് വായിക്കേണ്ട സങ്കീർത്തനം 27:14 വായിക്കുമ്പോൾ, യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയ്ക്കായി കാത്തിരിക്കുക. കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹൃദയം ഉറച്ചിരിക്കണമെങ്കിൽ നാം ദൈവത്തെ അപ്രകാരം മനസ്സിലാക്കി പൂർണ്ണമായി ആ ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അപ്പോൾ മാത്രമേ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഇത് നാം പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളിലേക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 14:27 വായിക്കുമ്പോൾ, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പടകിലേക്ക്, മറുകരയിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാര് കർത്താവ് വെള്ളത്തിന്മേൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഭയപ്പെട്ടതിന് പ്രതികരണമായി പറയുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, പത്രോസ്ലീഹ കർത്താവിനെ കണ്ട് ഞാനും ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിച്ച അവസ്ഥ നമുക്കറിയാം. ഇറങ്ങുക മാത്രമല്ല, 1-2 ചുവടുകളും വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കണ്ണൊന്ന് ചുറ്റുപാടിലും നോക്കിയപ്പോൾ
ആ ഇറങ്ങിയ ഉറപ്പും ധൈര്യവും ഒക്കെ പോയി ഞാൻ വെള്ളത്തിൽ മുങ്ങുന്നേന്ന് പറയുന്ന അവസ്ഥ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ അവസ്ഥയാണ്. കാൽച്ചുവട് വെക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാൽച്ചുവടങ്ങ് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ, കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ അതോടെ ഉറപ്പും ധൈര്യം എല്ലാം പോയി കിട്ടും. പക്ഷേ കർത്താവും യഹോവയായ ദൈവവും പറയുന്നത്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ലെന്നാണ് പറയുന്നത്. നാം എപ്പോഴും മനസ്സിലാക്കേണ്ട, ദൈവം നമ്മോട് ഒരിക്കലും കൈവിടുകയില്ലെന്ന് പറഞ്ഞാൽ കൈവിടുകയില്ല പ്രിയ സഹോദര സഹോദരി. വേദനകൾ കാണും, പ്രയാസങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നമ്മെ കരകയറ്റത്തക്കോണം സദാ കൂടെ നടക്കുന്ന കർത്താവും കാണും. മുമ്പോട്ട് വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 21:11 വായിക്കുമ്പോൾ, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്ന്, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. ഇത് ആരോടാ പറയുന്നത്? പൗലോസ്ലീഹയോടാ പറയുന്നത്. യെരൂശലേമിൽ അവിടെ എല്ലാവരും പൗലോസ്ലീഹയെ എങ്ങനെ കൊല്ലണം എന്നുള്ള ആലോചനയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ആ രാത്രിയിൽ കാരാഗ്രഹത്തിൻ്റെ മധ്യത്തിൽ ആ മുറിയിലേക്ക് കടന്നു വന്നത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാണ്. പൗലോസ്ലീഹ തിരഞ്ഞെടുത്തത് അപ്രകാരമുള്ളൊരു പ്രവർത്തന മേഖലയിലേക്കാണ്. അപ്പോൾ പൗലോസ്ലീഹ അന്ന് യെരൂശലേമിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ദൗത്യം പൂർത്തീകരിക്കാനില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിനൊരു ദൗത്യം പൂർത്തീകരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ദൗത്യത്തിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നിടം വരെ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കാൻ പരിശ്രമിച്ചാലും ദൈവം അത് സഫലമാക്കുവാൻ ഇടയാക്കുകയില്ല. അവിടെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് അനുഭവമാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഒരിക്കലും കൈവിടുകയില്ല. 1 കൊരിന്ത്യർ 16:13 ഇപ്രകാരമാണ് പറയുന്നത്, ജാഗ്രതയോടിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പുരുഷത്വം കാണിക്കുവിൻ, ശക്തിപ്പെടുവിൻ. ജാഗ്രതയോടിരിക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, പുരുഷത്വം കാണിക്കുവാൻ, ശക്തി. ഇവിടെ ഈ പുരുഷത്വം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഈ ഉറപ്പും ധൈര്യവും അല്ലെങ്കിൽ ധീരതയോടെ പ്രവർത്തിക്കുന്ന ഒരു പുരുഷന്മാരെ കാണുന്ന ഒരു സമൂഹത്തിലാണ് പൗലോസ്ലീഹ ഇത് പറയുന്നത്. പുരുഷത്വം എന്ന് പറയുമ്പോൾ ഉറപ്പും ധൈര്യത്തോടെ എന്തിനെ നേരിടുവാനുള്ള ചങ്കൂറ്റമുള്ളവരായിട്ടാണ്. ഇന്ന് നമ്മുടെ ചുറ്റും അപ്രകാരം നമുക്ക് എഴുന്നേറ്റ് നിന്ന് എവിടെയെങ്കിലും ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നാവുകൾ ഉയർത്തുവാൻ കഴിയുന്നുണ്ടോ? എന്തിന് ദേവാലയങ്ങളിലും അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന ശുശ്രൂഷകളിലും പ്രാർത്ഥനാ കൂട്ടത്തിലും ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ദൈവഹിതമല്ലെന്ന് മനസ്സിലാക്കിയാൽ പോലും, അല്ലെങ്കിൽ ഇത് ആത്മീയ മേഖലയ്ക്ക് യോജിച്ചതല്ലെന്ന് മനസ്സിലാക്കിയാൽ പോലും ഇന്ന് മൗനം പാലിക്കുന്ന ഒരവസ്ഥ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് ചിന്തിക്കും? അത് എൻ്റെ വ്യക്തിത്വത്തിനൊരു കോട്ട വരുത്തും. അതിനെക്കാട്ടി ഉപരി മിണ്ടാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ. 2 തിമോത്തി 1:7 ഇപ്രകാരമാണ് പറയുന്നത്, വീരത്വത്തിന്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും അച്ചടക്കത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നെന്ന് നാം പറയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല പ്രിയ സഹോദര സഹോദരി. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും അച്ചടക്കത്തിന്റെയും ആത്മാവാണ്. ശക്തിയുള്ളോടത്ത് ഉറപ്പും ധൈര്യം ഉണ്ടാകും. കാരണം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്.
നാം പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവരാണെന്ന് നാം സ്വയം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിനൊത്തവണ്ണം നമ്മുടെ മുമ്പിൽ കാണുന്ന അനീതിക്കെതിരെ നമ്മുടെ നാവുകൾ ഉയർത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം പരിശുദ്ധാത്മാവിലല്ല നയിക്കപ്പെടുന്നത്. കാരണം അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ഉറപ്പും ധൈര്യത്തിൻ്റെയും ആത്മാവാണ്, സ്നേഹത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആത്മാവാണ്. ആ ആത്മാവാൽ നയിക്കപ്പെടുന്നവർ ഒരിക്കലും നമ്മെ തന്നെ അനീതിക്കെതിരെ മിണ്ടാതെ ഇരിക്കുകയില്ല. റോമാലേഖനം 8:31 ഇപ്രകാരമാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ഇതൊക്കെ ഉറപ്പുള്ളവരുടെ ജീവിതത്തിലെ അനുഭവമാക്കുവാൻ കഴിയുകയുള്ളു. ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിപ്പാൻ നാം മുന്നേറണം. ഉറപ്പും ധൈര്യമുള്ളവരായി പ്രവർത്തിക്കാൻ നാം മുന്നേറണം. അതിനായി നാം എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ടോ, പ്രയത്നിക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണെന്ന് പറയണമെങ്കിൽ എനിക്ക് കർത്താവുമായിട്ട് അങ്ങനൊരു ബന്ധം വേണം. ഏത് സമയത്തും ഒരു ബന്ധം വേണം. അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ മാത്രമുള്ളൊരു ബന്ധമല്ല. ജീവിതയാത്രയിൽ ഞാൻ കാൽച്ചുവടുകൾ വെക്കുമ്പോൾ എന്നോട് കൂടെ നടക്കുന്നവനാണുള്ളൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തിലാണോ നാം ജീവിക്കുന്നത്? അതോ ചുറ്റുപാടുകളെ പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ നാളെ പറ്റിയുള്ള ചിന്തകൾ എന്നെ തകർക്കത്തക്കവണ്ണം, എൻ്റെ വിശ്വാസത്തിന് കോട്ടം വരുത്തത്തക്കവണ്ണം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ കർത്താവുമായിട്ടൊരു ബന്ധമില്ല. പ്രിയ സഹോദര സഹോദരി, എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവ് അവൻ ശക്തനാണെന്ന് നാം മനസ്സിലാക്കണം. മുമ്പോട്ട് വായിക്കട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10 ഇപ്രകാരമാണ് പറയുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്തൊക്കെയാണ് പറയുന്നത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. രണ്ടാമത് പറയുന്നത്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇത്രമാത്രം വ്യക്തമായി ഇസ്രായേൽ മക്കളോട് ആ പ്രവാചകൻ പറഞ്ഞിട്ട് പോലും അവരുടെ ജീവിതയാത്രയിൽ എത്രയോ വട്ടം ദൈവത്തെ മറന്നവർ ജീവിച്ചുപോയി. തന്മൂലം അതിൻ്റെതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവമാക്കേണ്ടി വന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം നാം കടന്നു പോകുമ്പോൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവമാക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നാം ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. ഉറപ്പും ധൈര്യമുള്ളവനായിട്ടാണോ നാം ജീവിച്ചത്? ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം അപ്രകാരം തീരുമാനങ്ങൾ എടുത്തിട്ടാണോ നാം ജീവിച്ചത്? ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പാതയിൽ നമുക്ക് നടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നാം പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് ന്യായങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ ഇടയാകും. മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാം, വിളിച്ചപ്പോൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞ്, ഒഴിവുകൾ പറഞ്ഞ് അതിൽ നിന്ന് മാറുവാൻ നോക്കി. നമ്മുടെ ജീവിതം ഇന്ന് അങ്ങനെയാണോ? നാം നമ്മെ ആക്കി വച്ചിരിക്കുന്ന വയൽ പ്രദേശങ്ങൾ, നമ്മെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ ദൈവം നമുക്ക് ഈ ഉറപ്പും ധൈര്യമുള്ള ആത്മാവ് തന്നിട്ടും അതിനൊത്തവണ്ണം ജീവിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായി ഞാൻ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലെന്നാണ്. നാം ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാവിൽ നിന്നോ നമ്മുടെ പ്രവർത്തനത്തിലോ ഈ ഭയപ്പാട് പ്രതിഫലിക്കുകയില്ല. ഏറ്റവും അവസാനമായി
യോഹന്നാന്റെ പുസ്തകം 16:31 കർത്താവ് പറയുന്നൊരു കാര്യം നാം എന്നും ഓർക്കണം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് നിങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് നാം ഭയപ്പാട്? എല്ലാ വർഷവും നാം നോയമ്പ് പെരുന്നാൾ കൊണ്ടാടി ഹോശാനയും ദുഃഖവെള്ളിയും ഉയർപ്പും അത് കഴിഞ്ഞ് പെന്തക്കോസ്ത് പെരുന്നാൾ എല്ലാം കൊണ്ടാടും. ഇതൊരു പെരുന്നാളായി മാറിയോ? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി മാറിയോ എന്നൊന്ന് ചിന്തിക്കണം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ നിമിഷത്തേക്കുള്ളൊരു കാര്യമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറും. അതിലേക്കാണ് ഞാനും നിങ്ങളും വളരേണ്ടത്. ഇവിടെ കർത്താവ് പറയുന്നത്, എങ്കിലും നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിച്ചിരിക്കുന്ന എൻ്റെ കർത്താവ് എന്നോട് കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് ഭാരപ്പെടണം? ഞാൻ എന്തിന് ഭ്രമിക്കണം? എന്തിന് ഞാൻ ഭയത്തിലേക്ക് ഭയമുള്ള ജീവിതം നയിക്കണം? ഇവിടെയൊക്കെ നാം ഓർക്കേണ്ട ഉറപ്പും ധൈര്യത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആ കർത്താവിനോട് അടുത്തൊന്ന് ജീവിക്കുവാൻ കഴിയുമോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ വർഷത്തിൻ്റെ ഈ കാലയളവിൽ വലിയ അനിശ്ചിതമാണ് പലയിടത്തും നാം കാണുന്നത്. പ്രത്യേകിച്ചും ഇന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രയാസത്തിൻ്റെ മധ്യത്തിലാണ് കടന്നു വന്നത്. പക്ഷേ ഈ പ്രയാസ പ്രതിസന്ധി മേഖലകൾ വിടുവിക്കത്തക്കോണം എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ നാം അതിനെ അതിജീവിക്കുവാൻ കഴിയുകയില്ലേ? നാം ഒന്ന് ചിന്തിക്കണം പ്രിയ സഹോദര സഹോദരി. വചനമായിട്ട് ആഴമായ ബന്ധമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് യാത്രയിലും ഈ വചനം നമുക്ക് കാലുകൾക്ക് ദീപവും പാദങ്ങൾക്ക് പ്രകാശവുമായി തീരും. ഇല്ലേ? അത് ഒന്ന് വായിച്ചു വിട്ടാൽ പോരാ, അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ ഭവനത്തിലോ വാഹനത്തിലോ ഒക്കെ ഇത് എഴുതിയാൽ പോരാ. നമ്മുടെ ജീവിത അനുഭവമായി മാറണം അത്. ആ ജീവിത അനുഭവമായി മാറണമെങ്കിൽ നാം കേൾക്കുന്ന വചനം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റത്തക്കോണം, ഞാൻ ഉൾക്കൊള്ളത്തക്കോണം എൻ്റെ ജീവിതമായി തീരുമ്പോൾ ഇവയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയും. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുധാം നാഥ, അവിടുന്ന് കർത്താവെ ഈ കാലയളവിൽ കർത്താവെ ഭയപ്പാടിൻ്റെ പലവിധ കാര്യങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുമ്പോൾ ഭീതിയും ഭയത്തിൻ്റെ മാത്രമുള്ള വാർത്തകളാണ് ഇന്ന് പലപ്പോഴും നാം കേൾക്കുന്നത്, കാണുന്നത്. എങ്കിലോ അങ്ങയിൽ വിശ്വസിക്കുന്നവരിൽ, അങ്ങയിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യം ഒരിക്കലും കൈവിടുകയില്ലെന്ന് പറയുന്നത് കർത്താവ് മാത്രമല്ല, വലങ്കരം പിടിച്ചു നടത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവമാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ഞങ്ങളെ എവിടെയാക്കി വച്ചിരിക്കുന്നു ആത്മീയ ജീവിതത്തിലും ഒക്കെ ഉറപ്പും ധൈര്യമുള്ളവരായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സത്യത്തിൻ്റെ ആത്മാവാണല്ലോ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഞങ്ങൾ അനുഭവമാക്കുമ്പോൾ കർത്താവെ, ഏത് സാഹചര്യത്തിലും സത്യത്തിന് വേണ്ടി ഉറപ്പും ധൈര്യമുള്ളവരായി ഞങ്ങൾ നിലകൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സമയത്ത് ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേദിൽ പങ്കുചേർന്ന മക്കളെ നിന്റെ കരങ്ങൾ നിന്റെ ശ്രേഷ്ഠ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യത്തിന്റെ ആത്മാവാൽ ബലപ്പെടുത്തി ഞങ്ങളെ വഴി നടത്തണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.